നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിക്കൂറിലാണ്, ശേഷം 30 നാഴിക വരുന്നത് തുലാക്കൂറിലാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ വ്യാഴം നിന്നിരുന്ന സമയമായതുകൊണ്ട് തീരെ ദൈവാധീനം ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങൾക്കും തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കാനുള്ള യോഗമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ വ്യാഴത്തിന് മാറ്റം വന്നതോടുകൂടിയിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നപ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല ദൈവാധീനം വർദ്ധിച്ചു. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനും യോഗം വന്നു. 10ാം ഭാവാധിപതി വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് പേര് കേൾക്കാനും കീർത്തി കേൾക്കാനും 4 പേർ അറിയപ്പെടാനുമുള്ള യോഗം വന്നു. എന്നാൽ 7ാം ഭാവത്തിൽ രാഹുവും ചൊവ്വയും നിൽക്കുന്ന കാരണം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റെന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ശത്രുസ്ഥാനാധിപതി ബലവാനായും ലഗ്നാധിപതി ബലഹീനായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് 9ൽ നിൽക്കുന്ന വ്യാഴത്തിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളിൽ നിന്നും വീണു പോകാതെ കരകയറ്റാനായിട്ട് വ്യാഴത്തിന് സാധിക്കും. അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അതുകൊണ്ട് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. 18ാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ശുക്രനും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ശുക്രനോടെ സ്വക്ഷേത്ര ബലവാനും കൂടി ആയത് കാരണം കൊണ്ട് ഭാഗ്യത്തിൽ നല്ല വർധനവ് ഉണ്ടാകാനായിട്ടുള്ള യോഗമുണ്ട്. അപ്പം ഭാഗ്യം വർദ്ധിക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ. കാരണം കർമാധിപതിക്കും വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം വന്നത് കാരണം കൊണ്ട് 4 പേര് അറിയപ്പെടാനും കീർത്തി കേൾക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ പ്രശസ്തി നേടാനും ഒക്കെ സാധിക്കുന്നൊരു സമയം കൂടിയാണ്. മാത്രമല്ല ലഗ്നാധിപതി ഇതുവരെ നീചത്തിൽ നിന്നിരുന്നു. അപ്പോൾ ശൂന്യ ബലവാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധനദോഷത്തിലായിരുന്നെങ്കിൽ ആ ലഗ്നാധിപതിക്ക് ബലം വർദ്ധിച്ചു വരുന്നതനുസരിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയാണ് വന്നത്. അപ്പോൾ അത് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ചിത്തിര നക്ഷത്രക്കാരുടെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നൊരു മാസമാണ്. എന്നാൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്ത് നിന്നിരുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി. അപ്പോൾ 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്ന കാരണം ലഗ്നാധിപതി തന്നെ നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന കാരണം സ്വയം മുന്നിട്ടിറങ്ങി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താലേ അഭിവൃദ്ധി ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നൊരവസ്ഥ വന്നു. പക്ഷേ ഭാഗ്യാധിപതി 7ാം ഭാവത്തിലുള്ളത് കാരണം കൊണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യത്തിലൊക്കെ അഭിവൃദ്ധി, ഉയർച്ചയും ഭാഗ്യം വർധനവിനുള്ള യോഗവും വന്നിട്ടുണ്ട്. ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റം അഷ്ടമത്തിലേക്ക് വന്നതോടുകൂടി ദൈവാധീനം കുറഞ്ഞു. അപ്പോൾ കുറച്ച് അലസത, നിരാശ പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഭാവിയിലേക്ക് നല്ല അഭിവൃദ്ധി, ഉയർച്ച ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ശുഭപ്രതീക്ഷയ്ക്ക് പകരം നേരെ വിപരീതമായിട്ടോ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ ഒരു നിരാശയിലേക്ക് പോകുന്നൊരു മാനസികാവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് വന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല ദുസ്വപ്നവാംശ ഗുണഘീ വികലോ വ്യസ്യ എന്ന് പറയുന്ന യോഗം ഇത് 12ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. 10 രൂപ കൈ കിട്ടി 20 രൂപ ചിലവ് വരിക, കാൽപാദത്തിന് വേദന ഉണ്ടാകുക, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ, ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ഇടവരുന്ന ഒരു അവസ്ഥയും കൂടി വന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിനു മുമ്പുണ്ടായിരുന്നേക്കാൾ കുറച്ചുകൂടിയൊക്കെ കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിത്യം പ്രാർത്ഥനയുടെ കാര്യത്തിൽ മുടക്കം വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അലസതയും നിരാശയൊക്കെ കളഞ്ഞ് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് കുടുംബക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. ശുഭപ്രതീക്ഷ കൊണ്ട് നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും വിജയമുണ്ടാകും, ശരിയാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് നീങ്ങുകയും പരിഹാരങ്ങളും ചെയ്താൽ ഈ മാസം വളരെ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.